ഇവിടെ നേരിൽ കണ്ട് സംസാരിക്കുന്നതിനായി ഏറെ സ്നേഹത്തോടെ നമ്മുടെ സ്ഥാനാർത്ഥിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വരുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കാനും സാധിച്ചതിൽ അതിയായ സന്തോഷം, അഭിമാനം. ഞാനൊരു വാക്ക് തന്നിരുന്നു, നിങ്ങളോടൊപ്പം ഒരു മകനായി, സുഹൃത്തായി, വഴികാട്ടിയായി ഞാൻ 2.5 വർഷക്കാലം ഉണ്ടാകുമെന്നുള്ളത് എന്റെ അഭിമാനത്തോടു കൂടിയാണ് അത് നിറവേറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, എന്റെ പിതാവിന്റെ മരണശേഷം ഞാൻ തന്ന വാക്ക് പാലിച്ചു. 35 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് ഇവിടുത്തെ കുട്ടികൾക്ക് ഞാൻ കൊടുത്തത്. 48 വീടുകളാണ് ഞാനിവിടെ പണിഞ്ഞത്. 100 വീടുകൾ കൂടി പണിയാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ പണിയുന്ന വീടുകൾക്ക് വേണ്ടിയാണ് എന്റെ പോസ്റ്റർ ഇല്ലാത്തത്, എന്റെ ബാനർ ഇല്ലാത്തത്, എന്റെ ഹോർഡിങ്സ് ഇല്ലാത്തത്. നിങ്ങളാണ് എന്റെ പ്രചാരകർ, നിങ്ങളാണ്. നിങ്ങളുടെ ഹൃദയത്തിലാണ് എനിക്ക് സ്ഥാനം വേണ്ടത്, ഫ്ലെക്സിലല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ വലിയ സ്നേഹം നൽകി എന്നെ വിജയിപ്പിക്കുക. നിങ്ങളോടൊപ്പം ഞാൻ കാണും. ഞാൻ പണ്ട് പറഞ്ഞതുപോലെ തന്നെ സഹോദരനായി, സുഹൃത്തായി, വഴികാട്ടിയായി കാണും. സത്യം പരാജയപ്പെട്ടു പോയി. ഈ സർക്കാരിനെ കൊണ്ട് ഈ നാട്ടിൽ പ്രവർത്തനം നടത്താൻ, വികസനം നടത്താൻ എത്ര വിചാരിച്ചാലും ഇപ്പൊ പണ്ടെന്നായുടെ പല്ലിന് ശൗര്യം അത്, പക്ഷെ ഇവിടെ വാല, പണ്ടെന്നായുടെ വാല എത്ര രൂപ വളഞ്ഞേക്കിരുന്നു. അതുകൊണ്ട് ഈ സർക്കാർ പുതുപ്പള്ളിയോടുള്ള വൈരാഗ്യം, അത് ഉമ്മൻചാണ്ടിയോടുള്ള വൈരാഗ്യമാണ്. അതുകൊണ്ടാണ് പാറക്കടവ് പാലം നടപ്പിലാക്കാത്തത്, അതുകൊണ്ടാണ് കമ്പനിപ്പടി പാലം നടപ്പിലാക്കാത്തത്. വാലിങ്കൽ പാലം എത്ര തവണ പറഞ്ഞിട്ടും അത് എന്താ പറയാ, പണിഞ്ഞു തീർക്കുക അല്ലെങ്കിൽ പണിഞ്ഞു തുടങ്ങുവാൻ പോലും തയ്യാറാകാത്തത്. ഇത്രയധികം വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്നവരോട് എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ വൈരാഗ്യത്തെക്കാട്ടി ശക്തമാണ് ഞങ്ങളുടെ സ്നേഹം. നിങ്ങളുടെ വൈരാഗ്യത്തെക്കാട്ടി ശക്തമാണ് ഞങ്ങളുടെ ക്ഷമ. നിങ്ങളുടെ വൈരാഗ്യത്തെക്കാട്ടി ശക്തമാണ് ഞങ്ങളുടെ സൗമ്യത. നിങ്ങളുടെ വൈരാഗ്യത്തെക്കാട്ടി ശക്തമാണ് ഞങ്ങളുടെ ദൃഢവിശ്വാസം. എന്തിനുള്ള ദൃഢവിശ്വാസം? മനുഷ്യ നന്മയിലുള്ള ദൃഢവിശ്വാസം, മനുഷ്യന് വേണ്ടി നന്മ ചെയ്യുവാനുള്ള ദൃഢവിശ്വാസം, മറ്റുള്ളവരെ കരുതുവാനുള്ള ദൃഢവിശ്വാസം. അങ്ങനെ കരുതുവാൻ, ചേർത്ത് നിർത്തുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ പാലങ്ങൾ 5 കോടി ഇപ്പോൾ അറ്റത്തിൽ അനുവദിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടും പണി പൂർത്തി അല്ലെങ്കിൽ തുടങ്ങുവാൻ തയ്യാറായിട്ടില്ല. നമുക്കറിയാം, പാലക്കടവ് പാലം എത്രയോ വർഷമായി അങ്ങനെ നിൽക്കുക. അപ്പൊ ഈ 3 പാലങ്ങളും ഒപ്പം ബൈപ്പാസ്, ആരൊക്കെ ബൈപ്പാസ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ ആവശ്യമാണ്. ഞാനത് MLA ആയി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ അത് പൂർത്തിയാക്കും എന്ന് പറയുന്നു. ഒപ്പം നമ്മുടെ നാടിന്റെ വികസനം നിങ്ങളോടൊപ്പം ഒരു സുഹൃത്തായി, വഴികാട്ടിയായി, MLA ആയി കാണും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തന്ന ഭയങ്കര സ്നേഹമുള്ള, ഞാൻ പറഞ്ഞില്ലേ, അവരുടെ വൈരാഗ്യത്തെക്കാട്ടി ശക്തമാണ് നമ്മുടെ സ്നേഹം. അവരുടെ വൈരാഗ്യത്തെക്കാട്ടി ശക്തമാണ് നമ്മുടെ സ്നേഹം. അതുകൊണ്ട് ഉമ്മൻചാണ്ടി കാണിച്ച അതേ സ്നേഹത്തിന്റെ മാതൃക, ക്ഷമയുടെ മാതൃക, ശ്രീ രാഹുൽ ഗാന്ധി കാണിക്കുന്ന അതേ മാതൃക നമുക്ക് കാണിക്കാം. ആരോടും വൈരാഗ്യമില്ല, ആരോടും വിദ്വേഷമില്ല, സ്നേഹത്തിന്റെ ഭാഷ മാത്രം. ഇവിടെ തന്ന ഹൃദയത്തിൽ ചാലിച്ച, നിങ്ങളുടെ ഹൃദയത്തിൽ ചാലിച്ച ഈ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.